എപ്പോഴാ വന്നേ? കാറിന്റെ ശബ്ദം കൂടെ കേട്ടില്ലെന്നേ. ഓമാച്ചൻ വെളുപ്പിന് ഇറങ്ങിയതാണേ. ഒരു പാചകക്കാരി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച 2 ആരും കിട്ടാതായപ്പോ നമ്മുടെ ജാനുവിനെ തന്നെയെന്ന് കണ്ടു. ആദ്യം അവളൊന്ന് മടിച്ചു. അന്ന് ആ കാലമാടന്മാർ ഓടിച്ച ഓട്ടം ഇന്നും അവള് മറന്നിട്ടില്ല. പിന്നെ എന്റെ നിർബന്ധം കൊണ്ട് അനിയത്തി വിടാവുന്നേറ്റു. ഇഷ്ടമായില്ലെങ്കിൽ എടുത്ത് മാറ്റാം. വേണ്ട. ഹീറ്റർ ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ദാന്ന് പറയുമ്പോഴേക്കും തോമച്ചൻ റെഡിയാക്കാം. എന്തെങ്കിലും. ഓ, പുഴകൾ, പൂക്കൾ, കുന്നിൻ ചെരുവുകൾ, ഇതൊക്കെ എന്റെ ഒരു വീക്ക്നെസ്സാണ്. പിന്നെ ക്യാമറ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഏർലി 40s എന്റെ ഗ്രാൻഡ് മദറിന് സായിപ്പ് സമ്മാനിച്ചതാണ് ഈ ബംഗ്ലാവ്. കാര്യം കണ്ട ശേഷം ഇഷ്ടദാനം കൊടുത്ത സായിപ്പ് അങ്ങ് സ്ഥലം വിട്ടു. എന്റെ മമ്മി സത്യത്തിൽ അവരൊരു ക്രോസ് ബ്രീഡാണ്. കാശ് മോഹിച്ച ഡാഡി മമ്മിയെ കെട്ടിയത്. ഡാഡി ഇവിടെ വന്ന് ഒരുപാട് വിലസിയിട്ടുണ്ട്. എനിവേ, ലവ്ലി പ്ലേസ്. തന്നെ പോലൊരു പൊടിവട്ട് കേസുകൾക്കൊക്കെ പറ്റിയ സ്ഥലം. എവിടെ നോക്കിയാലും ഇൻസ്പിറേഷൻ. ഈ വക സൗന്ദര്യമൊക്കെ ആസ്വദിക്കണമെങ്കിൽ കുറച്ചൊരു നിഷ്കളങ്കതയൊക്കെ വേണം. അതെല്ലാം എന്നേ കൈമോശം വന്നു. കേൾക്കൊന്നു കരുതിയിട്ടല്ല, എങ്കിലും പറയാണ്, ഈ മതിലുകൾക്ക് പുറത്തേക്ക് എന്നെ നിർബന്ധിക്കരുത്. യാത്ര തിരിച്ചപ്പോഴേ ഞാൻ നോട്ട് ചെയ്തു. ഈ സ്ഥലത്തെ പറ്റി പറഞ്ഞപ്പോ എന്താ പെട്ടെന്ന് മൂടിയായത്? എന്റെ ജീവിതത്തിന്റെ താളപ്പിഴകൾക്ക് അത്രയും സാക്ഷ്യം വഹിച്ച നാട്. ഇല്ല ജെയിംസ്, ഈ നാട്ടുകാരെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. ഡോണ്ട് ബി സില്ലി. ഇന്നലെയെ കുറിച്ചോർത്തുള്ള ദുഃഖം, നാളെയെ കുറിച്ചുള്ള ആങ്സൈറ്റി ഇന്നിന്റെ മൂഡ് നശിപ്പിക്കരുത്. എൻജോയ്. ഒമർ ഖയാമിനും ശിഷ്യന്മാർക്കും ഇപ്പോൾ നമുക്കും. Cheers. തോമച്ചാ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ആരെങ്കിലും ഫോൺ ചെയ്തെന്ന് വരും, എടുക്കണ്ട. അല്ലെങ്കിൽ എടുത്തോളൂ, ഞാനിവിടെ ഉള്ളതായി പറയണ്ട. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോയാ പോരെ? വേണ്ട, ഞാൻ വന്നിട്ട് കഴിച്ചോളാം. ഓരോരുത്തരുടെ ഭാഗ്യം തെളിയുന്നത് എപ്പോഴാന്ന് ആർക്കാ പറയാൻ കഴിയാ? ദോഷം പറയരുതല്ലോ, നല്ല മനസ്സാ. ഇപ്പതാ ഇത്രയും വലിയ ബംഗ്ലാവും സ്വത്തുക്കളും സ്വന്തമായി. കർത്താവിന്റെ അനുഗ്രഹം നല്ല പോലുണ്ട്.
കരയാതെ കുട്ടി. പടച്ചോൻ വിളിച്ച് ആരായാലും പോകാതിരിക്കാൻ പറ്റുമോ? എല്ലാം വിധി നോർത്ത് സമാധാനിക്ക്. ഇപ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. നിങ്ങൾ എന്തിനിവിടെ വന്നു? എനിക്ക് കാണണ്ട. അരുന്ധതി, കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് കരുതി മറക്കാൻ ശ്രമിക്കണം. ഇനിയും വൈകിട്ടില്ല. പുതിയൊരു ജീവിതം അങ്ങനൊന്ന് പ്രതീക്ഷിച്ചുകൂടെ? ആത്മവഞ്ചന കഴിയില്ല മാഷേ. മനുഷ്യല്ല മൃഗത്തെ അതിന്റെ എല്ലാ ക്രൂരഭാവങ്ങളോടെയും കണ്ടവളാണ് ഞാൻ. പരിശുദ്ധം അവകാശപ്പെടാൻ എനിക്കിന്നൊന്നുമില്ല, മനസ്സുപോലും. എസ്റ്റേറ്റിലെ പ്രോബ്ലംസ് എന്തായി? തീർന്നോ? ഞാനൊരു സോക്കോൾഡ് മുതലാളിയില്ലെന്ന് മനസ്സിലാക്കാൻ അവർ കുറച്ച് സമയമെടുത്തു. ദാറ്റ്സ് ഓൾ ദ റീസൺ. പിന്നെ സമരം, അത് യൂണിയൻ നേതാക്കൾക്ക് ഒരു ആവശ്യമായിരുന്നു. നൗ എവറിത്തിങ് ഇസ് അണ്ടർ കൺട്രോൾ. ശാന്തം. ഏതായാലും നീണ്ടുപോകാതിരുന്നത് നന്നായി. ആ, പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് അരുന്ധതി, എന്റെ ഒരു പഴയ കൊളീഗിന്റെ മോള. ഇത് ബാലഗോപാലൻ. അരുന്ധതിക്ക് ഇപ്പോഴും വായനയൊക്കെ ഇല്ലേ, അതോ കൈവിട്ട് കളഞ്ഞോ? കുറവാണ്, വല്ലപ്പോഴും വല്ലതും. ബാലഗോപാലൻ നല്ലൊരു റീഡറാ. ഭേദപ്പെട്ടൊരു കളക്ഷനും സ്വന്തമായിട്ടുണ്ട്. ആ കേട്ടോ ബാലഗോപാലൻ, അരുന്ധതി കുറെ കാലമായി നഗരത്തിലായിരുന്നു. ഇനി ഈ നാടിന്റെ സുഖദുഃഖങ്ങൾ പങ്കിടാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്തായി മാഷേ, മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും റിപ്ലൈ വന്നോ? ഇല്ല. ആ, പറയാൻ വിട്ടു. ഇക്കൊല്ലം ഞാൻ റിട്ടയർ ആയി. കുറച്ചു കാലം കൂടി ഇവിടെ താമസിക്കാൻ അനുവാദം ചോദിച്ചുകൊണ്ട് മാനേജ്മെന്റിന് ഞാൻ ഒരു കത്തയച്ചിട്ടുണ്ട്. തീരുമാനം അനുകൂലമാകാനിടയില്ല. ആരും കാത്തിരിക്കാനില്ല, പോകാൻ മറ്റൊരിടമില്ല. ഇതൊന്നും അവര് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വരട്ടെ മാഷേ. മോൾ ഇന്നലെ മുതൽ ഒരു ഐസ്ക്രീം മൂഡിലാ. മുള്ളുമേലെ അവളുടെ നടത്തം. വരട്ടെ. ബാലഗോപാലൻ ആളൊരു ടിപ്പിക്കല. കുറച്ചു കാലം മുമ്പ് ഭാര്യയുമായി തെറ്റിപ്പിരിഞ്ഞു. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ദൈവം ചിലർക്കൊക്കെ കൊടുക്കാറുള്ള ഒരു ശാപം ബാലഗോപാലനും കിട്ടി. വ്യക്തിത്വം. തമ്പുരാട്ടിക്കുട്ടി അമ്പലത്തിൽ നിന്നാ? ബാപ്പുട്ടിക്ക് കച്ചവടത്തിനൊന്നും പോയില്ലേ?
ഇല്ല മോളെ. അല്ല, പട്ടണത്തിൽ കോളേജിലൊക്കെ പോയി പഠിക്കാൻ പോവാന്ന് കേട്ട്. നേരാ? പഠിച്ച് വലിയ ആളാവുമ്പോ ഈ ബാപ്പുട്ടിക്കാരനെ തമ്പരാട്ടിക്കുട്ടി മറക്കുവോ? ഇല്ല ബാപ്പുട്ടിക്ക. ആ, ബ്രഹ്മൻ വന്നോ? നാഴികയ്ക്ക് 40 വട്ടം ഇവിടെ വന്നിരുന്നവനല്ലേ താൻ? മാഷ് കിടപ്പായപ്പോ ഈ വഴിയൊക്കെ മറക്കാന്നായി ഇല്ലേ? അല്ല മാഷെ, മാഷെങ്കിലും എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്താടോ തന്റെ ചൊടിയും മിടുക്കൊക്കെ എവിടെ പോയി? എന്തു പറ്റിയതെനിക്ക്? ഇല്ലത്തെ കാര്യമൊക്കെ ആകെ പരുങ്ങല്ല. അമ്മ തീരെ കിടപ്പാ. ദിവസേന മരുന്ന്, ഡോക്ടർ ഫീസ്, 3 നേരം ഇല്ലെങ്കിലും 1 നേരമെങ്കിലും അടുപ്പിൽ തീ കൂട്ടണ്ടേ. അമ്പലത്തിലെ ശാന്തിയിൽ നിന്നും ട്യൂട്ടോറിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് എന്താവാനാ? ഇതിനൊക്കെ പുറമെ വേളിക്ക് കാലായ സഹോദരിമാർ, ഒന്നിനു പിറകെ 3 പേർ. എല്ലാവർക്കും വേണ്ടത് പൊന്നും പണവാ. എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ മാഷേ? കുളിച്ച് ഈറനൊടുത്ത് ദേവീ വിഗ്രഹത്തിന് മുന്നിലിരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ കൺമുന്നിൽ തെളിയുന്നത് 5 സെന്റ് പുറമ്പോക്കിലൊരു ഓലക്കുടിലാണ്. ദിവസങ്ങൾ എണ്ണിക്കഴിയുന്ന അമ്മയാണ്. വിശന്ന വയറുമായി പടച്ചോറും കാത്തിരിക്കുന്ന സഹോദരിമാരാണ്. വയ്യ മാഷേ, ഒരു സ്വസ്ഥതയുമില്ല. ചിലപ്പോ തോന്നുന്നു എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിപ്പോയാലോ ഒന്ന്. എടോ, താൻ തന്നെ മരമണ്ടൻ ആശയങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് സമരം ചെയ്യുക. ജീവിതത്തോട് ധൈര്യമായി പ്രശ്നങ്ങൾ നേരിടണം. പിന്നെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഭേദപ്പെട്ടൊരു ജോലി, അതിന് താൻ ശ്രമിക്കണം. ശ്രമിക്കായല്ല മാഷേ, MA പാസ്സായി, ജേർണലിസവും പഠിച്ചു, അത്യാവശ്യം മാർക്കും ഉണ്ട്. പക്ഷെ ഒരു ജോലിയുടെ കാര്യം വരുമ്പോൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത് മറ്റു പല ക്വാളിഫിക്കേഷൻസുമാണ്. എനിക്കതെല്ലാം മാഷോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കഴിക്കുക. ആ, മാഷ് പറഞ്ഞില്ല എന്തിനാ വിളിപ്പിച്ചെന്ന്. ആ, വിക്ടോറിയെന്ന് അമ്മുന് അഡ്മിഷൻ കാർഡ് വന്നിട്ടുണ്ട്. തേർഡ് ചാൻസാ, കിട്ടാതിരിക്കില്ല. താനൊന്ന് കൂടെ പോണം. എനിക്ക് ഈ ബസ് യാത്രയൊന്നും സുഖപ്പെട്ടൊന്നും വരില്ല. എന്താ, ബുദ്ധിമുട്ടാവോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ടൗൺ വരെ പോണ സ്ഥിതിക്ക് 1-2 വരെ കാണാൻ എനിക്കും തരാവും. മാഷേ, എവിടുന്നാ കുട്ടി ഓടിക്കതച്ചോണ്ട്? തൃക്കുന്നത്ത് നെയ്പായസം നേർന്നിരുന്നു അച്ഛന്റെ മനസ്സ് മാറാൻ. ഒടുവിൽ കോളേജിൽ ചേരാൻ അച്ഛൻ സമ്മതിച്ചു. ഇത്രയും ദൂരം യാത്ര ചെയ്യാനൊക്കെ മാഷക്ക് വയ്ക്കോ? അച്ഛന്റെ ഒരു സ്റ്റുഡന്റിനെ പറ്റി പറഞ്ഞിട്ടില്ലേ, ബ്രഹ്മദത്തൻ? ആ എമ്പ്രാന്തിരി കുട്ടി കൂടെ വരാൻ അയാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ മാസ്റ്റർ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. പഠിച്ച് മിടുക്കിയാവണം, നല്ല നിലയിലെത്തണം. ഇനി 5:30 മണിക്കേ ഉള്ളൂ ത്രൂ ബസ്. നേരമുണ്ടല്ലോ. എനിക്ക് 1-2 പേരെ കാണാനുണ്ടായിരുന്നു. ഒരു ജോലിയുടെ കാര്യത്തിനുള്ള ശ്രമ. ബുദ്ധിമുട്ടാവില്ലായിരുന്നു എനിക്ക്.
ഞാൻ ബ്രഹ്മദത്തൻ. ആ യെസ് യെസ്, കരുണാകരൻ വിളിച്ച് പറഞ്ഞിരുന്നു. വരൂ. ഇത് അരുന്ധതി. ഈ കുട്ടിയുടെ കോളേജ് അഡ്മിഷന്റെ കാര്യത്തിന് വന്നതാ. 5:30 ഉള്ളു നീ ബസ്. നേരം ഉണ്ടല്ലോ. അതിനിടയ്ക്ക് എന്റെ ജോലിയുടെ കാര്യം കൂടി ഒന്ന് ഉറപ്പിച്ചിട്ട് പോകാന്ന് കരുതി. ഇരിക്കൂ. പേരെന്തെന്നാ പറഞ്ഞത്? ബ്രഹ്മദത്തൻ. MA വരെ പഠിച്ചു. ജേർണലിസവും പാസ്സായിട്ടുണ്ട്. ഇല്ലത്തെ കാര്യമൊക്കെ കഷ്ടത്തില. സാറൊന്ന് മനസ്സ് വെച്ചാ ഒരു കുടുംബം രക്ഷപ്പെടും. ആട്ടെ, താൻ വിഷമിക്കണ്ട, ഞാൻ വേണ്ട ചെയ്തോളാം. ബസ് 5:30 പറഞ്ഞത്. തിരക്കുണ്ടാവും, റിസർവ് ചെയ്യുന്നാവും ബുദ്ധി. ശരിയാ, സീറ്റ് കിട്ടിയില്ലെന്ന് വെച്ചാൽ ചിറ്റിലാവും. ഞാൻ സ്റ്റാൻഡ് വരെ ഒന്ന് പോയിട്ട് വരാം. അരുന്ത് ഇരുന്നോളൂ, ഈ വെയിലത്ത് വരണ്ട. പേടിക്കാനൊന്നുമില്ലെന്നേ, സാറുണ്ടല്ലോ. എക്സ്ക്യൂസ് മീ. റൂം സർവീസ് പ്ലീസ്. കഴിക്കും. അരുന്ധതി പൊതുവെ ഒരു നെർവസ് ടൈപ്പ് ആണെന്ന് തോന്നുന്നു. ഇക്കാലത്തെ പെൺകുട്ടികൾക്ക് കുറെ ധൈര്യമൊക്കെ വേണ്ടേ? ഹാവ് ഇറ്റ്. ഇമ്പോർട്ടൻറ്റ് കോളയാണ്, ശരീരത്തിന് വളരെ നല്ലതാണ്. കമോൺ. എന്തു പറ്റി? ഒരു വല്ലായ്മ? എന്തോ തല ചുറ്റുന്ന പോലെ. യാത്രാക്ഷീണം കൊണ്ടാവും. വേണേ കുറച്ചു നേരം കിടന്നോളൂ. വേണ്ട, സാരമില്ല. കമോൺ, റിലാക്സ്. കുറച്ച് റെസ്റ്റ് എടുത്താ ക്ഷീണമെല്ലാം പറ പറയും.